ഹായ് ഓൾ, ഐറിഷ് വനിതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിൻസി, കോർക്കിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, NMBI ബോർഡ് ഇലക്ഷൻ ഈ വരുന്ന സെപ്റ്റംബർ 23 നടക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് അതിലെ ഒരു സ്ഥാനാർത്ഥിയായ ജാനറ്റ് ബേബി ജോസഫ് കൂടുകയാണ്. അപ്പൊ നമുക്ക് ജാനറ്റിന്റെ വിശേഷങ്ങൾ ജാനറ്റിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് ജാനറ്റ് ബേബി ജോസഫ്. ഞാൻ കോർക്കിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും. കോഴിക്കോടുകാരി, 2016 അയർലൻഡിൽ വന്നതാണ്. അത് ജാനറ്റ്, എന്താണ് ഈ NMBI ബോർഡ് ഇലക്ഷൻ എന്നത് വിശദീകരിക്കാമോ? NMBI ബോർഡിൽ 23 അംഗങ്ങളാണുള്ളത്. നമുക്ക് നഴ്സസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ അഡാപ്റ്റേഷൻ കോഴ്സിന് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ NMBI ബോർഡിനുള്ളിലാണ്. ആ 23 അംഗങ്ങളിൽ നിങ്ങൾ ചിലപ്പം ആശ്ചര്യപ്പെടും, ആകെ 8 നഴ്സുമാരേ ഉള്ളൂ ഇലക്ട് ചെയ്യപ്പെടുന്നത്. ആ 8 പേരിൽ ഒരു പോസ്റ്റിലേക്കാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്? NMBI, അതായത് നഴ്സസ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിൽ ആക്റ്റീവായിട്ട് രജിസ്ട്രേഷൻ ഉള്ള എല്ലാവർക്കും ഈ ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിന്റെ ഭാഗമാകാവുന്നതാണ്. വോട്ടിംഗ് ഓൺലൈൻ ആണ്, വളരെ എളുപ്പമാണ്. NMBI എല്ലാ ആക്റ്റീവ് രജിസ്ട്രൻസിനും ഒരു ഓൺലൈൻ ലിങ്ക് ഇമെയിൽ വഴി അയച്ചു തരും. അപ്പൊ നമ്മൾ ആ ലിങ്കിൽ കയറുക. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 2 വരെയാണ് നമുക്ക് വോട്ടിങ്ങിനുള്ള സമയം. ആ ഇമെയിലിൻ്റെ അകത്ത് എല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും. ഇമെയിൽ വഴി വളരെ എളുപ്പത്തിൽ വോട്ട് ചെയ്യാവുന്ന. ജാനറ്റ്, എന്തുകൊണ്ടാണ് ഇതില് മത്സരിക്കാൻ തീരുമാനിച്ചത്? എന്താണ് ഇതിന് പിന്നിലെ ചേതോവികാരം? അതൊന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ പണ്ട് മുതലേ വളരെ സോഷ്യലി വോക്കലായ ഒരാളാണ്. അപ്പം നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം നഴ്സിംഗ് കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാത്ത സാമൂഹിക കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. NMBI ബോർഡിൽ ഞാൻ പറഞ്ഞതുപോലെ ആകെ 8 നഴ്സുമാരേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥാനം അവിടെ വളരെ വലുതാണ്. അതിൽ ഒന്നാകുക എങ്കിൽ നമുക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിന്റെ പുറത്താണ് ഈ ഇലക്ഷന് മത്സരിക്കുന്നത്. ആസ് എ നേഴ്സ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് ഒന്ന് പറയാവോ? ഒരു ട്രെയിനിങ്ങും കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ അഡാപ്റ്റേഷൻ പ്രോസസ്സിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ UK-യിലും മറ്റു രാജ്യങ്ങളിലും കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, അതിന് എന്താണ് ഒരു പരിഹാരം? അത് കഴിഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടീസിൽ വന്നു കഴിയുമ്പോൾ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് പോലെയുള്ള പല പ്രശ്നങ്ങളിലും നമ്മുടെ ഓവർസീസ് നഴ്സസ് എസ്പെഷ്യലി ചെന്ന് പെടാറുണ്ട്. പല കുഴികളിലും വീഴാറുണ്ട്. ഇതിനെന്താണ് ഒരു പരിഹാരം? നമ്മളൊരു NMBI ബോർഡിൽ നമ്മളിൽ ഒരു അംഗം ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ, അതിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയാൽ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയാൽ, അതാണ് ഞാൻ എൻ്റെ റോളിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾക്കെല്ലാം അറിയാം, ഇത്രയും ബിസി സ്കെഡ്യൂൾ ഡ്യൂട്ടി, പിന്നെ ഫാമിലി ലൈഫും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇത്രയും തിരക്കിനിടയിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി മത്സരിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് നേടിയെടുത്തിട്ട് ജാനറ്റിന് എന്താണ് ബെനിഫിറ്റ്? അതൊന്ന് പറയാമോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്? സാമ്പത്തികമായിട്ട് എനിക്ക് ഇതിൽ നിന്നും യാതൊരു ലാഭവുമില്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കാണും. പക്ഷേ ഇതൊരു വോളണ്ടറി റോളാണ്. ഇതിൽ നിന്നും ശമ്പളമോ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സോ ഇല്ല. 12 വയസ്സും 9 വയസ്സും പ്രായമുള്ള 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. അതിന് പുറമെ എനിക്ക് ഫുൾ ടൈം ജോലിയുണ്ട്. ബിസിയാണ് ഒബ്വിയസ്ലി. പക്ഷേ ഞാൻ എപ്പോഴും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കോർക്കിൽ IRP ഇഷ്യൂസിന്റെ കാര്യത്തിനും മറ്റ് പല സാംസ്കാരിക കാര്യങ്ങൾക്കും സാമൂഹിക കാര്യങ്ങൾക്കും ഞാൻ മുന്നിൽ നിരയിൽ എന്നും നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് തന്നെ ഉള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ നഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇലക്ഷന് വേണ്ടി മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ജാനറ്റിന് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? നമ്മളിൽ ഒരാൾ നമ്മൾക്ക് വേണ്ടി NMBI ബോർഡിലോട്ട് മത്സരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ജാനറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. മറക്കേണ്ട, സെപ്റ്റംബർ 23 എല്ലാവരും മറക്കാതെ ജാനറ്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമല്ലോ അല്ലേ?